നാച്ചുറൽ ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള സെയിൻ വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വിഷയവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളെ വീട്ടിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് വലിച്ചെറിയുന്ന ഒരു ഓയിൽ ബോട്ടിലാണ് ഞാൻ ഈ വാട്ടർ പ്ലാന്റ് വളർത്താനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ബോട്ടിലുകളിൽ വരുന്ന ഓയിൽ വാങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചതുരത്തിലുള്ള ബോട്ടിൽ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. വളരെ നാച്ചുറലായിട്ട് നമുക്ക് വാട്ടർ പ്ലാന്റ് ഇതിൽ ഭംഗിയോടെ വളർത്തിയെടുക്കാം. വാട്ടർ പ്ലാന്റ് വളർത്തുന്നതോടൊപ്പം തന്നെ നമുക്ക് ഇതിൽ ഗപ്പി ഫിഷ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയോടെ ഫിഷിനെ വളർത്തിയെടുക്കാനും ഈ ഒരു രീതി നമുക്ക് ഉപകരിക്കും. ബോട്ടിൽ ഒരു വശം നമുക്ക് വൃത്തിയായി കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നാച്ചുറലായ കല്ലുകൾ പൊറുക്കി കഴുകി വൃത്തിയാക്കി എടുക്കുക. വെള്ളം നിറച്ചതിന് ശേഷം നമുക്ക് ഗപ്പിയും അതുപോലെ പായലും ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല ഭംഗിയാക്കി നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊക്കെ സെറ്റ് ചെയ്താൽ അക്വേറിയത്തിന് കരയുന്ന കുട്ടികൾക്കൊക്കെ ഇതൊരു വളരെ മനോഹരമായി തന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇനി അതുമല്ല, അത് ഒന്നും കൂടെ ഭംഗിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ട്രിക്ക് ഉപയോഗിക്കാം. അതിനായി നല്ല മരക്കമ്പുകൾ കൊണ്ട് നമുക്കൊരു സ്റ്റാൻഡ് പണിയാം. അതിനായി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നിലം തുടക്കുന്ന മോപ്പിൻ്റെ തണ്ടാണ്. മോപ്പ് ചീത്തയാകുന്ന സമയത്ത് ഇതുപോലെയുള്ള തണ്ടുകൾ നമ്മൾ വെറുതെ കളയുകയാണ്. അതുകൊണ്ട് നമുക്കൊരു നല്ല സ്റ്റാൻഡ് പണിതെടുക്കാം. ആ ഒരു മരത്തിൻ്റെ തണ്ട് നമുക്ക് ഏത് രീതിയിലാണ് സ്റ്റാൻഡ് വേണ്ടത് എന്ന് വെച്ച് അതിനനുസരിച്ച് മുറിച്ചെടുത്ത് ചെറിയ മുള്ളാണി വെച്ച് നമുക്ക് റെഡിയാക്കിയെടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അതിനെ പണിതെടുക്കാം. ത്രികോണമായിട്ടോ ചതുരമായിട്ടോ ഒക്കെ നമുക്ക് മുള്ളാണി വെച്ച് ഇതുപോലെ ആക്കിയെടുക്കാം. കൂടുതലൊന്നും എനിക്കത് പറഞ്ഞു തരാൻ അറിവില്ല. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു രീതിയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അങ്ങനെ നമ്മൾ മുറിച്ചെടുത്ത് ഫിറ്റ് ചെയ്ത ഈ ഒരു സ്റ്റാൻഡിന് മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ആ ബോട്ടിൽ കയറ്റി വെച്ച് നല്ല ഭംഗിയോടെ തന്നെ സെറ്റ് ചെയ്തെടുക്കാനും കഴിയും. അങ്ങനെ മനോഹരമായ കുഞ്ഞു അക്വേറിയമാക്കി നമുക്കിതിനെ മാറ്റാം. സ്റ്റാൻഡ് പണിയാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതുപോലെ തറയിൽ വെച്ചും നമുക്കിതിനെ വളർത്തിയെടുക്കാം. വാട്ടർ പ്ലാന്റ് മാത്രമല്ല, നമുക്ക് മറ്റുള്ള പ്ലാന്റുകളും ഇതിൽ നടാം. അതിനായി നമ്മൾ ബോട്ടിലിൻ്റെ അടിവശത്ത് ഹോളുകൾ ഉണ്ടാക്കിയിട്ട് ഒരു ട്രേയിൽ വേണം നമ്മൾ വെച്ചു കൊടുക്കാൻ. ഈ ഒരു ട്രിക്കാണ് എനിക്ക് ഏറ്റവും ഭംഗിയായി തോന്നിയത്. അങ്ങനെ നമ്മുടെ ഓയിൽ ബോട്ടിൽ കൊണ്ടുള്ള അക്വേറിയത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയതായി ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വരുന്നത് വരെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.